ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്നൊരു പാകിസ്ഥാനി ബീഫ് റിസൈപ്പാണ്, ബീഫ് കറാഹി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ബീഫ് കറാഹി ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബീഫ് പാകിസ്ഥാനി റിസൈപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് ഇത് കടായിൽ ഉണ്ടാക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പാകിസ്ഥാൻ റിസൈപ്സിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതെല്ലാം മാറിപ്പോകും. അപ്പോൾ ഞാൻ ചട്ടി ചൂടായപ്പോൾ അതിലോട്ട് കുക്കിംഗ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ കളഞ്ഞ ബീഫ് വിത്ത് ലിവറോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലും ലിവറെല്ലാം ഉള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബീഫ് ഒന്ന് ഇതിലത്തെ വെള്ളം എണ്ണയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം. ബീഫിൽ എത്ര വെള്ളം കളഞ്ഞാലും വെള്ളം ഉണ്ടാവുമല്ലോ ഇറച്ചിയിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളറും മാറും. ഇതിലുള്ള എണ്ണ കണ്ടോ, അപ്പോൾ എണ്ണയല്ല വെള്ളം, ഇങ്ങനെ വെള്ളമുള്ള കാരണമാണ് ഇതിങ്ങനെ തിളക്കുന്നത്. അപ്പോൾ അത് മാറി ഫുള്ള് പോകണം. ഓക്കെ, പിന്നെ ഇതിലോട്ട് നമുക്ക് ഇടാൻ ആവശ്യം വഴനയില, ഏലക്ക, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, സ്റ്റാർ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്താ പറയുക, ബീഫ് പോയി ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്, വെള്ളം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെടുത്ത സ്പൈസസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കൂടുതൽ മല്ലിപ്പൊടി ആ കാര്യങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വഴിയെ മനസ്സിലാകും. അപ്പോൾ ബീഫൊക്കെ നല്ല ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലൊരു ചെറിയ രീതിയിലൊന്ന് കുക്കായിട്ടുണ്ടാവും. അതിലോട്ട് ഞാൻ പിന്നീട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി. എപ്പോഴും പാകിസ്ഥാൻ റെസിപ്പീസിലൊക്കെ നല്ല കളറുള്ള കാശ്മീരി ചില്ലിയാണ് ഇവർ ഉപയോഗിക്കുക, നമ്മുടെ നോർമൽ വറ്റൽമുളകല്ല കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി വേണം ഉപയോഗിക്കാൻ, എന്നാലാണ് അതിൻ്റെ കളറും ആ തിക്നെസ്സൊക്കെ കാണത്തുള്ളൂ. അപ്പം അതിട്ട് കൊടുത്തിട്ട് നല്ല നമ്മൾ എന്താ പറയുക, അതിട്ട് കുറച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഈ ബീഫ് അതിൽ കടന്നിട്ട് ആ പൊടികളിൽ കടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും, ഈ പൊടി മൂത്തന്നെ സ്മെല്ല് വരും. അതുവരെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ സോട്ട് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടരുത്, അപ്പോൾ അത് എന്തായാലും കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നും കൂടി ബീഫ് വേവാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ അതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും മലയാള രീതിയിലല്ല ഈ പാകിസ്ഥാനി റെസിപ്പീസ് ഉണ്ടാക്കുക, അതെല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോൻ്റെ അടുത്ത് ബീഫ് ഉണ്ടാകും. ചെറിയ 2 സവാള, ഒരു 3-4 പച്ചമുളക്, പിന്നെ തക്കാളി ഒരു എത്ര തക്കാളി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 1/2 കിലോൻ്റെ മുകളിൽ തക്കാളി ഉണ്ടാവും. ഇപ്പോൾ അവർ നന്നായിട്ട് തക്കാളി ഉപയോഗിക്കും. എല്ലാ പാകിസ്ഥാനി ചിക്കൻ കടായി എന്തിലാണെങ്കിലും അവർ മെയിനായിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കും. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി, അങ്ങനെ തൊലി കളഞ്ഞ വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ടൊന്നുമില്ല, നീളത്തിലരിഞ്ഞ ഇഞ്ചി അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ കൂടെ അങ്ങ് കടന്ന് വെന്തോളും. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിൽ കടന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തക്കാളി അരിയേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇത് വേവിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വേർഷൻ ചിക്കൻ റിസൈപ്പ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി നോക്കൂട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചെറിയ വ്യത്യാസങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല വേവുള്ള ബീഫാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയിട്ട് കുക്കറിലോട്ട് ഷിഫ്റ്റായിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ചില ബീഫ് നല്ല വേവ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ. അല്ല, ആദ്യമേ നിങ്ങൾക്ക് എല്ലാം കുക്കറിലാണ് സോട്ട് ചെയ്യാൻ അങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല, ഇത് ബൗളിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടില്ല. ബീഫ് ആയതുകൊണ്ട് തന്നെ, ചിക്കൻ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ബീഫ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവില്ല. അപ്പോൾ ടൈം എടുത്തിട്ട് വേവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വെള്ള പാകത്തിന് വേവിക്കാനുള്ള നമുക്ക് ഇതൊന്ന് തക്കാളി മാറ്റണം. ബീഫ് തക്കാളി അങ്ങനെ ചിലവർ ഇതിൽ തന്നെ തക്കാളി ഇട്ടിട്ട് ഇതിന്റെ പ്രോസസ് തന്നെ അവർക്ക് ഭയങ്കര അത്യാവശ്യം തക്കാളി തൊലി കളയാൻ പറ്റും. തക്കാളി പുറത്തോട്ട് എടുക്കാതെ ചിലർ തക്കാളി ഇത് തന്നെ തൊലി കളയും. പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടായത് കാരണം തന്നെ ഞാൻ ഓരോരോ തക്കാളികൾ വേറെ പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചൂടോടെ തന്നെ ഇതിന്ന് തൊലി മാറ്റാൻ, തക്കാളിയുടെ തൊലി മാറ്റി നിങ്ങൾക്ക് തക്കാളി പേസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലത്തെ ഓരോ തക്കാളികളും ഓരോ അരിമണി പെറുക്കി എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ തക്കാളികളും ഞാൻ പെറുക്കി ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് അതിന് തൊലി കളയണം നിർബന്ധമില്ല. തൊലി കളയണമെങ്കിൽ കളയാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ ഇത് എന്ത് ചെയ്യണം,
കുത്തി ഉടച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ആക്കി, പാത്രത്തിലോട്ട് എല്ലാം ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ സ്മാഷർ കൊണ്ട്, പൊട്ടറ്റോ സ്മാഷറൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സ്മാഷർ കൊണ്ട് നന്നായിട്ട്, ഞാനിവിടെ തൊലി കളയുന്നില്ല. തൊലി കളയണമെങ്കിൽ കളയാം, ഈസിയാണ് തൊലി കളയാൻ. പക്ഷേ തൊലി കളയണമെങ്കിൽ തണുക്കാൻ വേണ്ടി കാത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൈ കൊള്ളും. അപ്പോൾ അത് കാരണം ഞാൻ അത് നിന്നില്ല, നന്നായിട്ട് സ്മാഷർ കൊണ്ട് കുത്തി ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കുന്നുണ്ട്. നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കാൻ, ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടാക്കാൻ ആദ്യം തക്കാളി വേവിച്ച് തൊലി കളഞ്ഞിട്ട് എടുക്കുക, അത് ആ രീതിയാണ് ഇവിടെ വേണ്ടത്. എല്ലാ പാകിസ്ഥാൻ റെസിപ്പീസിലും അവർ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇനി അതിലോട്ട് നമ്മൾ ബാക്കി ഈ ബീഫിൻ്റെ ഇതിലോട്ട് ഈ പേസ്റ്റ് ചെയ്ത തക്കാളി വീണ്ടും ഒഴിച്ചു കൊടുക്കണം. മിക്സിയിൽ അടിക്കണം എന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടാറിയിട്ട് മിക്സിയിൽ അടിക്കാം, കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ചിലർ വിചാരിക്കും ആദ്യമേ തക്കാളി പേസ്റ്റ് അയച്ചു കൊടുത്താലോ എന്ന്, അതായത് ഉള്ളിയൊക്കെ ഇടുമ്പോൾ. അങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിൻ്റെ കൂടെ കടന്ന് തക്കാളി വെന്ത് ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ മല്ലിപ്പൊടി എന്ന് പറഞ്ഞ സാധനമേ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അയ്യോ, ബീഫിൽ മല്ലിപ്പൊടി ഇടാതിരുന്ന ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, ഒരു ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മലയാളി ടേസ്റ്റ് വിചാരിക്കേണ്ട. ഇത് ചപ്പാത്തി, റൊട്ടി, നാന്, ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ബ്രെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ടേസ്റ്റാണ്. നെയ്ച്ചോറിന് നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഇന്ന് ഞാൻ നെയ്ച്ചോറിനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഏകദേശം ഇത് എല്ലാതെ വെള്ളത്തോടെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ ഇതാക്കാൻ നിൽക്കരുത്, ഒരൊറ്റ തള വന്ന് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടുത്തെ നാട്ടിലത്തെ പ്രോബയോട്ടിക്സ് പുളിയാത്ത തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം, അല്ലാതെ പിരിയാൻ വേണ്ടി നിൽക്കരുത്. എന്തായാലും ആ പുളിയില്ലാത്ത തൈര് ഒഴിച്ചാൽ പിരിയും, അപ്പോൾ അത് അധികം പിരിയാൻ നിൽക്കരുത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നിങ്ങൾ ഓഫ് ആക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. തൈര് മസ്റ്റാണ്, പക്ഷെ പുളിയുള്ള തൈര് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുളിയില്ലാത്ത തൈര് എടുത്ത് ഇതുണ്ട്. അപ്പം നമ്മുടെ ചെറുതായിട്ട് പിരിഞ്ഞ പോലെ നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് ഈ തൈര് അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് പിരിയാതിരിക്കാനുള്ള ഒരു റീസൺ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഉപ്പിടാതിരിക്കണം. പക്ഷെ അത് നമുക്ക് ബീഫ് കഴിക്കുമ്പോൾ എന്തായാലും ഉപ്പിടണമല്ലോ, ഉപ്പ് പിടിക്കണമല്ലോ, അപ്പോൾ വേറെ നിവൃത്തിയില്ല നമുക്ക്. ഓക്കെ, ഫൈനൽ ഗാർഷിംഗ് എന്ന് പറയുന്നത് പാകിസ്ഥാനികൾ എപ്പോഴും നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിടും, അതിനുശേഷം പച്ചമുളക് അതിൽ അരിഞ്ഞിടും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എരിവുണ്ടോ, അത്ര വലിയ എരിവുള്ള ഡിഷൊന്നും അല്ല കേട്ടോ. എത്ര മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, അത്ര വലിയ എരിവൊന്നുമില്ല, എല്ലാം പാകത്തിനായിരുന്നു. എന്നിട്ട് നമ്മൾ മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഈ ജിഞ്ചർ അരിഞ്ഞിടുന്നത് എല്ലാവരുടെ കറിയിലും ഇവർ ജിഞ്ചർ ഇങ്ങനെ അരിഞ്ഞിടും. പച്ചമുളക് ഇങ്ങനെ നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വെച്ചെങ്കിൽ അരിഞ്ഞിടും. എന്നിട്ട് ഇത് മോസ്റ്റ്ലി റൊട്ടിയിലേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. റൊട്ടി, ബട്ടർ നാണ്, അങ്ങനത്തെ ബട്ടൂറ, ആ വക ഐറ്റംസിന് എല്ലാം നല്ലതാണ് കേട്ടോ. ഈവൻ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ വൈറ്റ് റൈസ് വെച്ചിട്ട്, വൈറ്റ് റൈസ് അല്ല, നമുക്ക് ഈ നെയ്ച്ചോറിൻ്റെ റൈസൊക്കെ വെച്ചിട്ട് വെറുതെ വേവിച്ച് കഴിക്കാനും വൈറ്റ് റൈസ് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേ രീതിയിൽ മലയാളി ബീഫ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.